ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കുട്ടി ട്രിപ്സ്. അപ്പം ഞാനും ഇന്ന് എൻ്റെ ഫ്രണ്ട്സും കൂടെ ഡെൻമാർക്കിൽ വന്നിട്ട് ആദ്യമായിട്ട് കറങ്ങാൻ പോവുകയാണ് ഒരു സ്ഥലത്ത്. അപ്പം നമുക്ക് ലെറ്റ് സ്റ്റാർട്ട്. നമുക്കപ്പോൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ കാണാം. നമ്മളിന്ന് രാവിലെ ഇറങ്ങാൻ വേണ്ടിയിട്ട് എല്ലാം പ്ലാൻ ചെയ്ത് വന്ന് ബസ് സ്റ്റോപ്പിൽ നിന്നപ്പം നമ്മൾ നിന്ന ബസ് സ്റ്റോപ്പിലല്ലായിരുന്നു, അതുകൊണ്ട് ബസ് നിർത്തിയില്ല. നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ അവിടെ ഇവിടെ ഒന്നും വണ്ടി നിർത്തത്തില്ല. ഇവിടെ കറക്റ്റ് ബസ് സ്റ്റോപ്പിൽ മാത്രമേ നിർത്തത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ബസ് മിസ്സായി. അപ്പോൾ നമുക്ക് ട്രെയിൻ സ്റ്റേഷനിലോട്ട് പോകണം. അപ്പോൾ അവിടം വരെ നമ്മൾ നടക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും അടുത്ത ബസ് 1 hour കഴിഞ്ഞിട്ടേ ഇവിടെ ഉള്ളൂ. എപ്പോഴും ഒരു 1 hour ഗ്യാപ്പിലാണ് ബസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 3 kilometer നമ്മുടെ വീട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട് നടക്കുകയാണ്. Oh my god. Crazy. ഇതാട്ടോ ഇവിടുത്തെ തിയേറ്റർ. ഇവിടെ ഐ തിങ്ക് ഇതൊരു ചെറിയ തിയേറ്ററാണ്. ഐ തിങ്ക് നമ്മുടെ ഇന്ത്യൻ മൂവീസും എല്ലാം ഇവിടെ റിലീസ് ആവുന്നുണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കുട്ടി ട്രിപ്സ്. നമ്മളിന്ന് പോകുന്ന പ്ലേസ് ഐ ഷോ യു. ഇറ്റ്സ് ഇൻ ഡെൻമാർക്ക്. നമ്മൾ ട്രെയിനിലാണ് ട്രാവൽ ചെയ്യുന്നത്. നമ്മൾ ട്രെയിൻ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അടിപൊളി സ്പോട്ടായിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കും. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ ഇതാണ് കാലംബർഗ് ബസ് സ്റ്റേഷൻ. ബസ് സ്റ്റേഷൻ എത്തി. ഇതിൻ്റെ തൊട്ടടുത്ത് കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ഒരു ലേക്കുണ്ട്. സം ഇൻഡസ്ട്രീസ് ഒക്കെയാണെന്ന് തോന്നുന്നു അപ്പുറത്തെ സൈഡിൽ കാണാം. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 3 kilometers നടന്നിട്ടാണ് കേട്ടോ ഇവിടെ എത്തിയിരിക്കുന്നത് ഫ്രം ദ സ്ട്രീറ്റ്. നൈസ് വ്യൂ. This looks really good climate. This is important thing now. Before you're traveling, you have to do this. You have to recharge. Yeah, I have. Content, bro. It's long video. I'll put shorts also. I'll take next time. So just have to recharge. ഇതെന്താ സംഭവം? Tickets for train. ജസ്റ്റ് ഇതിൽ പൈസ ഇട്ടിട്ട് എടുക്കുന്നതായിരിക്കും. Let's see where we are going. From this Kalundborg station to Roskilde. ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ കാലംബർഗ് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെയാണ് നമ്മൾ ട്രാവൽ കാർഡ് നമ്മൾ ചെക്ക് ഇൻ ചെയ്യണത്. നമ്മൾ ട്രാവൽ കാർഡ് റീചാർജ് ചെയ്തില്ലേ, അത് നമ്മൾ ഇവിടെ ചെക്ക് ഇൻ ചെയ്തിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട്. ട്രാവൽ കാർഡ് രജിസ്റ്റർ സ്പോട്ട്. ഇതാണ് ട്രാവൽ കാർഡ്. ഇത് നമ്മളവിടെ ടാപ്പ് ചെയ്യണം. നമ്മൾ തിരിച്ച് ഇറങ്ങുമ്പോഴേക്കും ചെക്ക് ഔട്ട് ഇവിടെ ടാപ്പ് ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ എമൗണ്ട് പോകുന്നത്. സെയിം ലൈക്ക് നമ്മൾ മെട്രോയിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. കുട്ടി കുറേ നേരമായിട്ടോ ബൊക്കയും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. ആരാണോ ചെക്കൻ വരുമ്പോൾ ബൊക്ക കൊടുക്കുന്ന എടുക്കാമെന്ന് വിചാരിച്ച് ഞാനും കുറേ നേരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. സോ ഇതാണ് കേട്ടോ ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്. ബസ് സ്റ്റാൻഡ് എന്ന് പറയാം. മെയിനാണ് കാലംബർഗ് സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ്. സോ ഇവിടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതൊക്കെ ഓരോ സ്റ്റേഷനിലോട്ടുള്ള ബസ് നിർത്തുന്ന സ്ഥലങ്ങളാണ്. നമ്മളവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ പറ്റും അവിടെ നിർത്തുന്ന ബസ് എങ്ങോട്ടുള്ളതാണ്, ബസ്സിൻ്റെ നമ്പർ, ബസ്സിൻ്റെ റൂട്ട്, പിന്നെ ഈ QR കോഡ് സ്കാൻ ചെയ്താൽ എങ്ങോട്ടാണ് പോകുന്നത്, എപ്പോഴാണ് നെക്സ്റ്റ് ബസ്സുകൾ എന്നൊക്കെ അതിനകത്തുണ്ടാവും. സോ വെൽ ഓർഗനൈസ്ഡ് ആണ് എല്ലാം. സോ ജസ്റ്റ് ഇത് ബസ് സ്റ്റാൻഡ്, അത് റെയിൽവേ സ്റ്റേഷൻ. ഗുഡ് വെതർ. do it.
are doing checking. Take. Do it. It's fine, time illa. Remove it and do it. Yes, done. So നമ്മുടെ ട്രെയിൻ ഇതാ വന്നിരിക്കുകയാണ്. നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ട് ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലെറ്റ്സ് ഗോ. ഇവിടെ വേണം ഇരിക്കാം. So yeah, looks great. നല്ല വ്യൂ കിട്ടൂല. ഫോട്ടോ അപ്പം നമ്മൾ റോസ്കിൽഡയിലെത്തി. ഇവിടെ നിന്ന് നടന്നിട്ട് നമ്മൾ 2-3 സ്പോട്ട്സ് നോക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ടാണ് ഇനി നടക്കുന്നത്. ഇവിടെ എത്തി. ലെറ്റ്സ് റോം അറൗണ്ട് റോസ്കിൽഡെ. അവരുടെ ഫേമസ് ഐസ്ക്രീം ഷോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ലെറ്റ്സ് ട്രൈ സംതിങ്. അടിപൊളി. ടൈം ആവോ? Nice dresses is there. നല്ല ഹാപ്പനിങ് സിറ്റി. നല്ല രസമുണ്ടല്ലേ ഇവിടെ. ഇറ്റ്സ് ഗുഡ് നോ ഹിയർ. ഇറ്റ്സ് ഗുഡ് നോ. ഓ കെയർഫുൾ. See there. റോസ് ആയിട്ടിരിക്കുന്നു. Kababa. Oh. Finally we got something. Food. അപ്പം നമ്മൾ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഉച്ചയായി. നല്ല വിശപ്പായി. ട്രാവലിംഗ് ഓൾമോസ്റ്റ് നമ്മൾ കലംബർഗ് സ്റ്റേഷനിൽ നിന്ന് ഇവിടം വരെ ഒരു 1.5 hour എടുത്തു. അപ്പോൾ നമ്മൾ നന്നായിട്ട് വിശന്നുകൊണ്ട് ഈ ഒരു ഷോപ്പിൽ കയറിയിട്ട് നമ്മൾ കുറേ ഷോപ്പ് നോക്കി. ഇവിടെ അത്യാവശ്യം നമുക്ക് കഴിക്കാൻ പറ്റുന്ന പോലെ റോൾസ് ഒക്കെ ഉള്ളതായിട്ട് കണ്ടു. അങ്ങനെ ഇവിടെ കയറി നമ്മളൊരു റോൾസ് കഴിച്ചു. അതൊരു ബീഫ് റോൾസ് ആയിരുന്നു. അപ്പം അതിൻ്റെ ഒരു ലെങ്ത് നിങ്ങൾ കാണുന്നുണ്ടോ? നല്ല ഹെവിയായിരുന്നു. അപ്പം നമ്മൾ ഫസ്റ്റ് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇതാണ് റോസ്കിൽഡെ കത്തീഡ്രൽ. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഭയങ്കര ഹിസ്റ്റോറിക്കൽ ആൻഡ് വൈബ്രൻറ്റ് ടൗൺ ആണ് കേട്ടോ റോസ്കിൽഡെ. അവിടുത്തെ ഒരു സ്പെഷ്യൽ സ്പോട്ടാണ് ഈ ഒരു കത്തീഡ്രൽ എന്ന് പറയുന്നത്. ഇത് യുനെസ്കോൻ്റെ വേൾഡ് ഹെറിറ്റേജിൽ 1995 തൊട്ട് ഇത് സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു സ്പോട്ടാണ്.
അപ്പം നമ്മൾ വന്നത് ഒത്തിരി ലേറ്റായിപ്പോയി. ഇവിടെ ഒരു ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഉള്ളിൽ കയറാൻ പറ്റണമെങ്കിൽ ഒരു കത്തീഡ്രലിൽ ഇപ്പോഴും വർഷിപ്പൊക്കെ ഉള്ള ഒരു കത്തീഡ്രലാണ്. ജസ്റ്റ് ഒരു മ്യൂസിയം പോലെയൊന്നുമല്ല, ഇപ്പോഴും അവിടെ പ്രേയേഴ്സും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു കത്തീഡ്രലാണ്. നമ്മൾ നടന്ന് വരുമ്പോൾ അവിടെ ബെല്ല് അടിക്കുന്ന ഒരു സൗണ്ട് നമ്മൾ കേട്ടിരുന്നു. മേ ബി അപ്പോൾ ഏതെങ്കിലും ഒരു അവിടെ എന്തെങ്കിലും പ്രേയേഴ്സ് നടക്കുന്ന സമയമായിരുന്നിരിക്കും. എന്തായാലും ഇനി അപ്പോൾ കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് ക്ലോസിങ് ടൈം ആയതുകൊണ്ട് നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ ഒന്ന് നടന്ന് ആ കത്തീഡ്രലിൽ മൊത്തമായിട്ടൊക്കെ ഒന്ന് കണ്ടു. നമ്മളിപ്പോൾ അവിടെ നിന്നിട്ട് ആ ബിൽഡിങ്ങിലൊക്കെ ഒന്ന് മൊത്തത്തിൽ കാണുമായിരുന്നു. നോക്കുമ്പോൾ ആണെങ്കിൽ ആ ബിൽഡിങ്ങിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇതെന്ന് ബിൽഡ് ചെയ്താണ്, എന്നാണ് ഇതിൻ്റെ റിനോവേഷൻ നടന്നത്, എല്ലാം ഇയേഴ്സൊക്കെ ആ മേളിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കത്തീഡ്രൽ 12th സെഞ്ച്വറി തൊട്ട് ഉള്ളൊരു കത്തീഡ്രലാണെന്നാണ് നമുക്ക് അറിയാൻ പറ്റിയത്. അപ്പോൾ കത്തീഡ്രലെല്ലാം കണ്ടിട്ട് നമ്മൾ നെക്സ്റ്റ് പ്ലേസിലോട്ട് നടക്കുകയാണ്. ഇവിടുന്ന് ജസ്റ്റ് ഇനി ഒരു 1 കിലോമീറ്റേഴ്സ് നടന്നാൽ നമ്മൾ പുതിയൊരു സ്ഥലത്തെത്തും. അതാണ് നമ്മുടെ വൈക്കിംഗ് ഷിപ്പ് മ്യൂസിയം. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ നടക്കുന്ന വഴിയാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് നമ്മൾ കണ്ടത്. ഇതാണെങ്കിൽ ഭയങ്കര മെഡോസൊക്കെ ആയിട്ട് നല്ല അടിപൊളി ലാൻഡ്സ്കേപ്പ് ഉള്ളൊരു സ്ഥലം. ആൻഡ് ഓൾസോ ഒരു ചെറിയൊരു വാട്ടർ ഫോൾസ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ഒരു കല്ലിൻ്റെ അടിയിൽ നിന്ന് വെള്ളം വന്നിട്ട് അവിടുന്ന് പിന്നെ അതൊരു ചെറിയൊരു ഇതായിട്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ആ ഒരു നമ്മളിങ്ങനെ ബുക്കിലും ഇങ്ങനെ ഇമേജിലൊക്കെ കണ്ടിട്ടുള്ള ഒരു പ്ലേസ് പോലത്തെ നല്ല അടിപൊളി ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. അപ്പം നമ്മൾ കുറേ നേരം റെസ്റ്റ് ചെയ്തു, ഇരുന്നു, പിക്സൊക്കെ എടുത്തു. നല്ലൊരു റിലാക്സിങ് ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു. ഒരുപാട് ആൾക്കാർ അവിടെ വന്നിട്ട് ഇരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കിളി കിളി ഇത് സ്വാനോ? ആ, സീകൾ കറക്റ്റ്. ഈ ലോൺ ഏരിയ എന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരുപാട് ആൾക്കാർ അവരുടെ ആ ഒരു ക്വാളിറ്റി ടൈം ഒത്തിരി അവിടെ സ്പെൻഡ് ചെയ്യുന്ന നമുക്ക് കാണാൻ ഉണ്ടായിരുന്നു. കുറേ പേര് ഇങ്ങനെ ഫ്രണ്ട്സായിട്ട് ഗ്യാങ്ങായിട്ട് വന്നിട്ട് ഫുഡൊക്കെ കുക്ക് ചെയ്ത് കഴിക്കുന്നു. കുറേ പേര് ഇരുന്ന് റീഡ് ചെയ്യുന്നു. കുറേ പേര് മ്യൂസിക് ലിസൺ ചെയ്യുന്നു. ആൻഡ് ഓൾസോ കുറച്ച് പേര് വന്നിട്ട് ഫോട്ടോഷൂട്ട്സ്, വെഡ്ഡിങ് ഫോട്ടോഷൂട്ട്സ് നമ്മൾ കണ്ടു. ആൻഡ് ഓൾസോ ഒരുപാട് കിഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഈ ഒരു ചെറിയൊരു സ്ട്രീം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ബോട്ടൊക്കെ ഒഴുക്കി കളിക്കുന്നുണ്ടായിരുന്നു. അവരുടെ കൂടെ പാരൻസും കളിക്കുന്നതൊക്കെ കുറേ നമ്മൾ പല പല സ്ഥലത്ത് കണ്ടു. അതൊരു ചെറിയ സ്ട്രീമാണ്, പോയിട്ട് ആ ഒരു പോണ്ടിൽ വന്ന് ചേരുന്നതാണ്. അപ്പോൾ ഭയങ്കര സേഫായിട്ട് കിഡ്സിനൊക്കെ കളിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. അതുകൂടാതെ ഈ ഒരു പ്ലേയിങ് ഏരിയ ഒക്കെ കണ്ടു കേട്ടോ അവിടെ. വെൽക്കം ടു റോസ്റ്റിൽ ഹെവൻ. അപ്പോൾ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വൈക്കിംഗ് ഷിപ്പ് മ്യൂസിയത്തിലോട്ടാണ് കേട്ടോ. ഇവിടെ ഒരു വാട്ടർ ഫ്രണ്ട് ആയിട്ടുള്ളൊരു മ്യൂസിയമാണ്. ഫുള്ള് അവിടെ എന്താ പറയുക, കുറേ വാട്ടർ ആക്ടിവിറ്റീസും. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നതാണെങ്കിലും അത് നമ്മൾ വാട്ടറിൽ തന്നെ ഇങ്ങനെ മറ്റേ വോളിബോളെല്ലാം കളിക്കുന്ന ഒരു ഗെയിം ഏരിയ. പിന്നെ ഒരുപാട് ഷിപ്സ്, അതായത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കുറേ ഒറിജിനൽ ഷിപ്സ് ഇവിടെ വെച്ച് ഉണ്ടാക്കിയതുമാണ്. അതൊക്കെ ഇവിടെ മ്യൂസിയത്തിലുണ്ട് താനും. നമുക്കധികം ഷിപ്സിനെ കുറിച്ച് അറിയാത്തതുകൊണ്ട് നമുക്ക് അധികമൊന്നും മനസ്സിലായില്ല. പക്ഷെ നമുക്കിവിടെ ഒരു ടിക്കറ്റ് എടുത്ത് പോയാൽ ഗൈഡിനെ വെച്ചിട്ട് അവർ നമുക്കെല്ലാം പറഞ്ഞു തരും. ആൻഡ് ഓൾസോ അന്നൊക്കെ അവിടെ സെയിലിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ഷിപ്പിൽ തന്നെ ഒരു എന്താ പറയുക, ഹോട്ടൽ പോലത്തെ സെറ്റപ്പൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ അധികം സ്ഥലങ്ങളുണ്ട് അവിടെ നടന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു വാട്ടർ ഫ്രണ്ട് ആയിട്ടുള്ളൊരു മ്യൂസിയമാണ്. ഇപ്പം നമ്മൾ ഈ ഒരു റൈറ്റ് സൈഡിൽ കാണുന്നത് ഒരു ഷിപ്പ് റെസ്റ്റോറൻ്റ് ആണ്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു റെസ്റ്റോറൻറ്റ് സെറ്റപ്പൊക്കെയാണ്. നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ മനസ്സിലാവില്ല. അപ്പം നമുക്ക് ഇതിൽ
ഒത്തിരി ഏരിയയിലാട്ടോ ഈ ഒരു മ്യൂസിയം ഇങ്ങനെ പടർന്ന് കിടക്കുകയാണ്. നമുക്കതിങ്ങനെ നടന്ന് കാണാം. അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ സെയിലിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് ടിക്കറ്റൊക്കെ എടുത്ത് നമുക്ക് സെയിലിങ്ങിന് പോവാം, കയാക്കിങ്ങിന് പോവാം. അങ്ങനെ നിങ്ങൾക്കിപ്പോൾ കാണാമായിരിക്കുമല്ലേ, വാട്ടറിൽ നിറച്ചും ജെല്ലി ഫിഷ് ആയിരുന്നു കേട്ടോ. അവിടെ ആ ഒരു ഷോർ സൈഡ് ആയതുകൊണ്ട് എനിക്കറിയില്ല, ഒത്തിരി ഉണ്ടായിരുന്നു. അങ്ങനെ അടിപൊളിയായിരുന്നു. നമ്മൾ ആദ്യം കണ്ട ആ ഒരു സ്ഥലം മാത്രമല്ലായിരുന്നു, ഒരുപാട് അങ്ങോട്ട് മുന്നിലോട്ട് നമുക്ക് സൈഡിൽ കൂടെ നടന്ന് ആ ഒരു പോർട്ട് ഏരിയ ഫുള്ളും നമുക്ക് നടന്ന് കാണാൻ പറ്റുന്ന അത്രയധികം ഷിപ്സ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നടന്ന് ഈ ഒരു അടിപൊളി ഏരിയയിലെത്തത് നിറച്ചും താറാവായിരുന്നു കേട്ടോ. ഒരുപാട് താറാവുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു റൗണ്ടിൽ അവരൊരു ഇതുണ്ടാക്കിയിട്ടുണ്ട്. അത് കുറച്ച് വെള്ളവും കുറച്ച് ജെല്ലി ഫിഷും പിന്നെ കുറച്ച് പായലുകൾ, അതിൻ്റെയൊക്കെ പേരുകളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു കേട്ടോ. കുറേ കുട്ടികൾ അതിനകത്ത് അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കളിക്കാം. ഇങ്ങനെ ആഴമൊന്നുമില്ല, ചെറിയൊരു പോണ്ടായിരുന്നു. നമ്മൾ കീപ്പ് നടപ്പ് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നടന്നു കഴിയുമ്പോഴേക്കും നമുക്ക് വീണ്ടും പുതിയ വെറൈറ്റി സാധനങ്ങളാട്ടോ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് നിർത്തിയിട്ട് തിരിച്ചു പോകാൻ തോന്നിയില്ല. അപ്പോൾ നമ്മൾ കീപ്പ് നടപ്പ് തന്നെയായിരുന്നു. അങ്ങനെ അവിടെ കയാക്കിങ്ങിന് അവിടുന്ന് ആൾക്കാരെ വിടുന്ന സ്ഥലങ്ങളും, അപ്പോൾ നമുക്ക് അങ്ങനത്തെ ബോട്ടുകളൊക്കെ നിങ്ങളിപ്പോൾ കണ്ടില്ലേ, അതൊക്കെ നമുക്ക് ചൂസ് ചെയ്ത് എടുക്കാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനത്തെ കുറേ സ്ഥലങ്ങളുണ്ട്. പിന്നെ നോക്കുമ്പോൾ ആ ഒരു പോർട്ടൽ ഏരിയ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഹിഡൻ ആയിട്ടുള്ള കുറച്ച് ചെറിയ വഴിയൊക്കെയുള്ള നമ്മൾ ആ ഒരു ആ ലേക്കിൻ്റെ ഒരു എൻഡിലോട്ട് പോകാൻ പറ്റുന്ന ഒരു വഴി നമുക്ക് കണ്ടു. അങ്ങനെ നമ്മൾ നടന്ന് വിഷമിച്ചുവെങ്കിലും ജസ്റ്റ് എന്തായാലും അവിടെ വന്നല്ലോ, നമുക്ക് ആ ഒരു എൻഡ് വരെ പോയി കണ്ടിട്ട് വരാം എന്നുള്ളൊരു മൂഡായി. അങ്ങനെ നമ്മൾ അങ്ങോട്ട് നടന്നു. കുറച്ച് ടയേർഡായെങ്കിലും എല്ലാവരും നല്ല ആക്റ്റീവ് ആൻഡ് ഫണ്ണായിരുന്നു. പിന്നെ കുറച്ച് ഈ ഒരു പാളിക്കല്ലെറിയൽ നമ്മൾ പറയുന്ന ആ ഒരു സംഭവമായിരുന്നു. പിന്നെ ഗെയിംസ്. നെക്സ്റ്റ് 3 This is flat. flat it should be. ഇതൊക്കെ കണ്ടന്റ് ആയ കണ്ടന്റ് 2 മറ്റേതിൽ ഞാൻ ജയിച്ചത്, അത് വന്നില്ലേ? 3 നിങ്ങൾ രണ്ടുപേരും 3 ആയിട്ട്. It's okay. அப்படியே ஜம்ப். இது என்ன ஸ்விங் ஆகுது? இதாயிடும். Flat. டெக்னிக். Technique is not working. അപ്പം നമ്മൾ റോസ്കിൽഡേയിൽ ഇന്നൊരു ദിവസം നമുക്ക് പറ്റാവുന്ന അത്രയും ഒന്ന് കറങ്ങി നടന്ന് നന്നായിട്ട് എൻജോയ് ചെയ്ത് നല്ല ഫണ്ണായിട്ടുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. അപ്പം ഇതാണ് എൻ്റെ റോസ്കിൽഡേ വ്ലോഗ്. അപ്പം നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിട്ട് ട്രെയിൻ എടുത്തിട്ട് നമ്മൾ ബാക്ക് ടു കലംബർഗ് പോവുകയാണ് ഫ്രം റോസ്കിൽഡേ. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, comment and subscribe to my YouTube channel. Also share with your friends. Thank you. Keep supporting and thank you for watching.